ആണ് ഇതിൽ മോട്ടീവായിട്ടുണ്ടായിരുന്നത്. കുട്ടിയെ കൊല്ലാനുള്ള കാരണം എന്താണെന്നുള്ളതും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഈ ഹരികുമാർ, അമ്മാവൻ ഹരികുമാറിന് വഴിവിട്ട ചില ബന്ധങ്ങളുണ്ടായിരുന്നു. അതേപോലെ തന്നെ സഹോദരിയോടും ചില ആവശ്യങ്ങൾ സഹോദരൻ പറഞ്ഞിരുന്നു. ആ ആവശ്യങ്ങൾക്ക് കുട്ടി ഒരു തടസ്സമായി നിൽക്കുകയും ചെയ്തു. ആ സാഹചര്യത്തിലാണ് കുട്ടിയെ കൊലപ്പെടുത്തുക എന്നുള്ള തരത്തിലേക്ക് ഹരികുമാറിന്റെ മനസ്സ് മാറിയെന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു അത്. എന്തായാലും നമസ്കാരം സുഹൃത്തുക്കളെ, സത്യം പറയാമല്ലോ, നല്ല പ്രതീക്ഷയോടെ 2025 തുടങ്ങിയിട്ട് ഒരു മാസം കൊണ്ട് തന്നെ മനസ്സ് മടുപ്പിക്കുന്ന വാർത്തകളാണ് മൊത്തം കേൾക്കാൻ കഴിഞ്ഞത്. അതിലെ പുതിയൊരു അഡീഷനാണ് സ്വന്തം സഹോദരിയുമായി അവിഹിത ബന്ധം. സഹോദരിയുമായിട്ടുള്ള അവിഹിത ബന്ധം കാരണം ആ സഹോദരിയുടെ കുഞ്ഞിനെ കിണറ്റിലിട്ട് കൊന്നു. ഇത് വല്ലാത്തൊരു വാർത്തയായിപ്പോയി. പലതരം വാർത്തകളുണ്ട്. വെറും 2 വയസ്സുള്ള കുഞ്ഞ്, അതിനെ കിണറ്റിലിട്ട് കൊന്നു. ആ കിണറ്റിലിട്ട് വന്ന മഹാൻ ആദ്യമേ പോലീസ് ചോദിച്ചപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്ക്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ സാധിക്കുമെങ്കിൽ നിങ്ങൾ അന്വേഷിക്ക് എന്നൊക്കെ വിടുവായുത്തരം പറയുന്നുണ്ടായിരുന്നു. അവസാനം അവൻ്റെ വാട്സപ്പ് ചാറ്റും അവൻ്റെ സഹോദരിയുടെ വാട്സപ്പ് ചാറ്റും കണ്ടപ്പോഴാണ് മനസ്സിലാവുന്നത് ഇതിനിടയ്ക്കുള്ള ഒരു ഡിങ്കോൾഫി. ഇതിനു മുമ്പ് ഒരാഴ്ച മുമ്പ് നമ്മൾ വേറൊരു വാർത്ത കേൾക്കാനിടയായി. 17 വയസ്സുള്ള പെൺകുട്ടിയെ 13 വയസ്സുള്ള സഹോദരൻ കാരണം ഗർഭിണിയാക്കിയെന്ന് ആ പെൺകുട്ടി പറയുകയുണ്ടായി. അത് കേട്ടപ്പം ഞാൻ മാതാപിതാക്കൾ കുട്ടികളെ നല്ല രീതിയിൽ വളർത്തണമെന്നൊക്കെയുള്ള കാര്യത്തെപ്പറ്റി സംസാരിക്കുകയുണ്ടായി. അവർ കളിച്ച് കാര്യമായി എന്നാണ് ആ സംഭവത്തിൽ പറഞ്ഞത്. അപ്പോൾ അവരെന്ത് കളിക്കുന്നു, എങ്ങനെയാണ്, എന്താണ് എന്നൊക്കെ മാതാപിതാക്കൾ അറിഞ്ഞില്ല, അല്ലെങ്കിൽ മാതാപിതാക്കൾ കണ്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാതാപിതാക്കളെ ഞാൻ കുറ്റപ്പെടുത്തിയത്. പക്ഷേ ഈ കേസിൽ വരുമ്പോൾ നല്ല പോത്തുപോലെ വളർന്ന ഒരുത്തനും ഒരുത്തിയും, സഹോദരനും സഹോദരിയും എന്നൊക്കെ പറയാൻ തന്നെ നാണക്കേടാ. സഹോദര ബന്ധത്തിന് അല്ലെങ്കിൽ സഹോദരി ബന്ധത്തിന് ഒരു വാല്യൂ ഉണ്ട്. അതിൻ്റെ വാല്യൂ മൊത്തം കളങ്കമാകപ്പെട്ട ഒരു കേസായിപ്പോയത്. ഇതിലും എത്രയോ ഭേദമാണ് അവിഹിത ബന്ധം. എടാ, നിനക്ക് ബന്ധം വേണമെങ്കിൽ നീ വേറെ വല്ല പെൺകുട്ടിയുമായിട്ട് പോയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏത് രീതിയിൽ പോയാലും നമുക്ക് അക്സെപ്റ്റബിൾ ആണ്. പക്ഷെ ഒരു സ്വന്തം സഹോദരിയുമായിട്ട്, അതും സ്റ്റെപ്പ് മദർ സ്റ്റെപ്പ് ഫാദർ ഒന്നുമല്ല, സ്വന്തം കൂടെ പറഞ്ഞ സഹോദരിയുമായിട്ട് ഇമാതിരി ബന്ധത്തിന് പോയ ഇവനെയൊക്കെ എന്തോ പറയേണ്ടത്. അതിനുവേണ്ടി കുഞ്ഞിനെ കൊല്ലുക. എന്തിനാണ് കുഞ്ഞിനെ കൊന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സഹോദരിയുടെ അച്ഛൻ മരിച്ചപ്പോൾ സഹോദരിയുമായിട്ട് വേർപിരിഞ്ഞിരിക്കുന്ന ഹസ്ബൻഡ് അതിന് വന്നു, ചടങ്ങിന് വന്നപ്പം സഹോദരിയുടെ റൂമിൽ ഹസ്ബൻഡ് ഇരുന്നു. അത് ഇവനങ്ങ് പൊള്ളി. സ്വന്തം സഹോദരിയെ കാമക്കണ്ണുകളോട് കാണുന്ന ഈ കൊടൂര മൃഗം അത് സഹിക്കാനായിട്ട് അവൻ്റെ കുഞ്ഞാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുഞ്ഞിനെ കൊല്ലുകയാണ്. സാക്ഷര കേരളമേ, ഇതെങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്? ഒറ്റ മാസം കൊണ്ട് നമ്മൾ എത്രത്തോളം ചീഞ്ഞഴുകിയ വാർത്തകളാണ് കണ്ടതെന്ന് നമുക്കറിയാം. അതിൻ്റെ അവസാനം അതിൻ്റെ ടോപ്പിൽ എത്തിക്കത്തക്ക രീതിയിലാണ് ഈ 2 എണ്ണം കാണിച്ചു വെച്ചേക്കുന്നത്. നമ്മളൊക്കെ നമ്മുടെ കൂട്ടുകാരൻ്റെ സഹോദരിയെ പോലും സഹോദരിയായിട്ട് കണ്ട് ആ രീതിയിൽ പോകുന്ന ആളുകളാണ്. നമ്മുടെയൊക്കെ ആ മനസ്സിന് ഇമാതിരി വാർത്തകളൊന്നും ഒട്ടും അക്സെപ്റ്റബിൾ ആയിട്ട് തോന്നുന്നില്ല. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള വാർത്ത ഒന്ന് കാണാം. പുരത്ത് 2 വയസ്സുകാരി കിണറ്റിലെറിഞ്ഞ് കൊന്ന കേസിൽ അമ്മാവൻ ഹരികുമാർ അറസ്റ്റിൽ. കുഞ്ഞിന്റെ അമ്മയായ സഹോദരി ശ്രീതുവിനോട് വഴിവിട്ട ബന്ധങ്ങൾക്ക് ഹരികുമാർ ശ്രമിച്ചിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തൽ. ഇത് നടക്കാത്തതിന്റെ വൈരാഗ്യമാണ് കൊലയിലേക്ക് നയിച്ചതെന്നാണ് മൊഴി. കുഞ്ഞിന്റെ അമ്മയുടെ പങ്കിൽ സംശയമുണ്ടെങ്കിലും തൽക്കാലത്തേക്ക് ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ഒട്ടും ഡൗട്ട് വേണ്ട, ആ സഹോദരിക്കും ഇതിനകത്ത് പങ്കുണ്ടാവും. അവരറിയാതെ അവരുടെ കുഞ്ഞിനെ എങ്ങനെ കൊല്ലാനാണ്? ഇതങ്ങ് ഉത്തർപ്രദേശിലും അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലും ഒന്നും നടന്നതല്ല, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരാളെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരാളെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നുണ്ട്. മറ്റ് അന്വേഷണങ്ങൾ തുടരുന്നു. ബാക്കി ആർക്കെങ്കിലും എന്തെങ്കിലും റോളുണ്ടെങ്കിൽ അത് അന്വേഷണത്തിൽ വെളിവാകുന്ന മുറയ്ക്ക് ബാക്കി നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഒരു പകൽ നീണ്ട നടുക്കത്തിനൊടുവിൽ കുഞ്ഞു ദേവേന്ദുവിന്റെ കൊലപാതകത്തിൽ അമ്മാവൻ ഹരികുമാർ അറസ്റ്റിൽ. ഹരികുമാറിന്റെ ചില താല്പര്യങ്ങളും ആവശ്യങ്ങളും നടക്കാത്തതിന്റെ വൈരാഗ്യമാണ് കുഞ്ഞിന്റെ ജീവൻ എടുക്കുന്നതിൽ കലാശിച്ചതെന്നാണ് മൊഴി. പല കുരുക്കുകളിൽ നിന്നും ഹരികുമാറിനെ സംരക്ഷിച്ചത് കുഞ്ഞിന്റെ അമ്മ ശ്രീതുവായിരുന്നു. പിന്നീട് സഹോദരിയോടും വഴിവിട്ട താല്പര്യങ്ങൾ കാണിച്ചു. ഹരികുമാറിനെ പ്രകോപിപ്പിക്കാതിരിക്കാൻ ശ്രീതു ശ്രമിച്ചു. കുട്ടി തന്റെ ആവശ്യങ്ങൾക്ക് തടസ്സമെന്ന് കണ്ടതോടെ കൊന്നു. ഇതാണ് ഹരികുമാറിന്റെ കുറ്റസമ്മതം. ഇയാൾ പറഞ്ഞത് പൂർണ്ണമായും പോലീസ് വിശ്വസിച്ചിട്ടില്ല. അമ്മയുടെ പങ്കിലടക്കം പോലീസിന് സംശയങ്ങളുണ്ട്. അമ്മയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തുടരും.
രാവിലെ 8 മണിയോടെയാണ് ശ്രീതു ശ്രീജിത്ത് ദമ്പതികളുടെ ഇളയ മകൾ 2 വയസ്സുകാരി ദേവേന്ദുവിന്റെ മൃതദേഹം കിണറ്റിൽ നിന്ന് കിട്ടിയത്. അച്ഛനും അമ്മയ്ക്കും സഹോദരിക്കുമൊപ്പം രാത്രി ഉറങ്ങാൻ കിടന്ന ദേവേന്ദുവിനെ കാണാനില്ലെന്നായിരുന്നു ആദ്യ വിവരങ്ങൾ. ഫയർഫോഴ്സാണ് കുഞ്ഞിന്റെ മൃതദേഹം കിണറ്റിൽ നിന്ന് പുറത്തെടുത്തത്. തുടക്കം മുതൽ തന്നെ കൊലപാതകമെന്ന സംശയത്തിൽ ഉറച്ചാണ് പോലീസ് നീങ്ങിയത്. ആ കുഞ്ഞിന് എന്തറിയാം? രാത്രി സുരക്ഷിതമായ കൈകളിലാണെന്ന് കരുതി ഉറങ്ങിയ ഒരു കുഞ്ഞാണത്. അതിനെ ഈ കാമകൊടൂര മൃഗം കിണറ്റിൽ എറിഞ്ഞു കൊന്നിരിക്കുകയാണ്. ആ കുഞ്ഞു മനസ്സ് ഇവരെ എത്രത്തോളം വിശ്വസിച്ചാണ് അവരുടെ കൂടെ നിന്നിരുന്നത്. മനുഷ്യൻ്റെതായ ഒരു ചിന്തകളുമില്ലാത്ത ഒരു കാമകൊടൂരനാണ് അവനെന്നുള്ളത് ഈ കുഞ്ഞിനെ എറിഞ്ഞു കൊന്നതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. പ്രാഥമിക മൊഴികളിൽ പൊരുത്തക്കേടുകൾ നിറഞ്ഞതോടെയാണ് അമ്മയെയും അച്ഛനെയും മുത്തശ്ശി ശ്രീകലയെയും അമ്മയുടെ സഹോദരൻ ഹരികുമാറിനെയും കസ്റ്റഡിയിലെടുത്തത്. ചോദ്യം ചെയ്യലിൽ അമ്മാവൻ ഹരികുമാർ പോലീസിനെ വട്ടം കറക്കി. അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതായിരുന്നു ഹരികുമാറിന്റെ പോലീസിനോടുള്ള വെല്ലുവിളി. ശ്രീതുവും ഹരികുമാറും തമ്മിലുള്ള വാട്സ്ആപ്പ് ചാറ്റ് അടക്കം ശേഖരിച്ചുള്ള പോലീസിന്റെ ചോദ്യം ചെയ്യലിനൊടുവിലായിരുന്നു കുറ്റസമ്മതം. തൽക്കാലത്തേക്ക് വിട്ടയച്ചെങ്കിലും ശ്രീതു സംശയനിഴലിൽ തന്നെയാണ്. ഏറെ നാളായി ശ്രീതുവും ഭർത്താവ് ശ്രീജിത്തും അകന്നു കഴിയുകയാണ്. ഇവർക്ക് 8 വയസ്സുള്ള മകൾ കൂടിയുണ്ട്. ഇടയ്ക്കിടെ മാത്രമാണ് ശ്രീജിത്ത് വീട്ടിലേക്ക് വന്നിരുന്നത്. കുടുംബത്തിന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നു. ഇതിന്റെ പേരിൽ തർക്കങ്ങളുമുണ്ടായിരുന്നു. വീട്ടിൽ കുരുക്കിട്ട നിലയിൽ കയറുകൾ കണ്ടെത്തിയിരുന്നു. കുഞ്ഞിനെ കൊന്ന ശേഷം ആത്മഹത്യക്കാണോ ശ്രമമെന്ന് സംശയമുയർന്നെങ്കിലും അത് പോലീസ് തള്ളി. കിടപ്പുമുറിയിലെ കട്ടിൽ കത്തിച്ചും അന്വേഷണം വഴിതെറ്റിക്കാൻ ശ്രമമുണ്ടായി. നല്ല പക്കാ ക്രിമിനൽ. കയറ് കെട്ടിത്തൂക്കിയിട്ടത് ജസ്റ്റ് ഒന്ന് വിശ്വസിപ്പിക്കാനാണ്. ഞങ്ങൾ മരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടി കയറ് കെട്ടിയിടുക, എന്നിട്ട് വീട്ടിൽ തീയിടുക. സൂക്ഷ്മദർശിനിയിൽ ഇങ്ങനെ ഒരു സീൻ ഉണ്ടായി. അതുകൊണ്ട് സൂക്ഷ്മദർശിനി കണ്ടിട്ട് ചെയ്യുക എന്നല്ല, ഇമാതിരി പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. സിനിമയിൽ കാണുന്നതൊക്കെ തന്നെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഈ ക്രൂര മനസ്സിന് ഉടമയുള്ളവർ എന്ത് പരിപാടിക്കും നിൽക്കും, എന്ത് തോന്നിവാസവും കാണിക്കാൻ ഒരു മടിയില്ലാത്തവരായിരിക്കും ഇമാതിരി ടീംസ്. എന്തായാലും ഈ നാളെയോടുകൂടിയായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് കടക്കുക. മജിസ്ട്രേറ്റിന് മുൻപിൽ നാളെ ആയിരിക്കും ഹാജരാക്കുക. ശ്രീതുവിനെ ആരും ഏറ്റെടുക്കാൻ വരാത്തതിന്റെ സാഹചര്യത്തിലാണ് പൂജപ്പുരയിലെ മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇമാതിരി സ്ത്രീകളെയൊക്കെ ആരും ഏറ്റെടുക്കാതിരിക്കുന്നതാണ് അവർക്ക് നല്ലത്. ഇല്ലെങ്കിൽ അവരുടെ ചീഞ്ഞ് നാറും. ഈ സ്ത്രീയുടെ സ്വഭാവത്തെപ്പറ്റി നാട്ടുകാരനായിട്ടുള്ള ഒരു വ്യക്തി പറയുന്നുണ്ട്. അതുകൂടെ നമുക്കൊന്ന് കേൾക്കാം. അപ്പം അവരെപ്പറ്റി കൂടുതൽ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോഴും അടിവരയിട്ട് സംശയിക്കുന്നത് ഈ ഹരികുമാർ എന്ന് ദൗത്യം നടത്തിയെന്ന് പറയുന്ന ആളിന് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ കഴിയത്തില്ല. അത് അടിവരയിട്ട് വിശ്വസിക്കുന്നു. കാരണം ഇയാൾ ഇന്നേ വരെ ഒരു പ്രതിയാകാത്ത ആളാണ്. കുറച്ചുകൂടി വളരെ വിശദമായി പറഞ്ഞാൽ 10 രൂപ ചില്ലറ മാറ്റിയെടുത്താൽ എണ്ണിയെടുക്കാൻ വ്യക്തമായി അറിഞ്ഞുകൂടാത്ത ഒരാളാണ് ഈ ഹരികുമാർ എന്ന കഥാപാത്രം. നാട്ടുകാർ പറയുന്നത് ഇവൻ വെറും പൊട്ടനാണെന്നാണ്. പൊട്ടനായാലും അല്ലെങ്കിലും ഈ കാമ കൊടൂര ചിന്തകളിൽ അകപ്പെട്ട ഒരുത്തനാണ് ആ വൃത്തികെട്ടവൻ. അപ്പോൾ അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു പശ്ചാത്തലം എങ്ങനെ വന്നു? ഒറ്റയ്ക്ക് എന്തായാലും ചെയ്യാൻ കഴിയത്തില്ല. ഈ നാട്ടുകാരായി ഞങ്ങൾ മുഴുവനും സംശയിക്കുന്നത് ഇതിനകത്ത് നല്ല ബുദ്ധിയും സാമർഥ്യവുമുള്ള ആരുടെയോ കരങ്ങളുണ്ട്. അത് ഞങ്ങൾ സംശയിക്കുന്നത് ശ്രീതുവിനെയാണ്. ശ്രീതുവിനെ പറ്റി നല്ല അഭിപ്രായമാണ് എന്തായാലും നാട്ടുകാർക്ക്. ബാക്കി നമുക്ക് കേട്ടുനോക്കാം. കാരണം ശ്രീതു ഇത്തരണത്തിൽ ഇവിടെ പൊറോട്ട് നാടകങ്ങൾ ഒരുപാട് കളിച്ചിട്ടുണ്ട്. സാമ്പത്തികമായ വിഷയത്തിൽ പൈസ കളഞ്ഞുപോയി എന്ന് പറഞ്ഞു ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു, പരാതി പിൻവലിക്കുന്നു. അതുപോലെ ഈ പൈസ കടം വാങ്ങുന്നതിലേക്ക് വേണ്ടി ഈ കുഞ്ഞിനെ ഒരു 2 മാസം മുമ്പ് അമ്മ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ, രാഗിണി എന്ന ശ്രീകല ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടി ഗേറ്റ് തുറന്നു കിടന്നു. അതുകൊണ്ട് കുട്ടി റോഡിലേക്ക് ചാടി വന്നു. ഇറക്കത്ത് പാഞ്ഞു വന്നൊരു വാഹനം ഇടിച്ച് കുഞ്ഞ് തെറിച്ചു വീഴുന്നു. അങ്ങനെ കുഞ്ഞ് തെറിച്ചു വീഴുന്നത് കണ്ട് സഹികെട്ട് മുത്തശ്ശി രാഗിണി കിണറ്റിൽ ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നു. നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അത്യാഹിത വിഭാഗത്തിലാണ്. അതുകൊണ്ട് സാമ്പത്തികമായി സഹായിക്കണമെന്ന് ഒരു ബന്ധുവിനോട് ആവശ്യപ്പെട്ട് പൈസ കടം പറിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ബ്രെയിൻ ഞങ്ങൾ നാട്ടുകാർ അടിവരയിട്ട് വിശ്വസിക്കുന്നു ശ്രീതു തന്നെയാണ് ഇതിൻ്റെ ബ്രെയിൻ. ശ്രീതു അറിയാതെ. ശ്രീതുവിനെ പറ്റിയുള്ള അഭിപ്രായം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നല്ല ഉഡായിപ്പ് ടീമാണ്. ആ നാട്ടിൽ മൊത്തം ഫേമസ് ആണ് ഈ ശ്രീതു എന്ന് പറയുന്ന വ്യക്തി. ഇതിനു മുമ്പും പല നാടകങ്ങൾ കളിച്ച് അതൊക്കെ ചീറ്റിപ്പോയ ഒരാളാണ് ഈ ശ്രീതു എന്ന് പറയുന്ന ആൾ. സഹോദരൻ അത്രയും സ്മാർട്ടല്ല എന്നാണ് പറയുന്നത്. സ്മാർട്ടായാലും അല്ലെങ്കിലും ഇമാതിരി തോന്നിവാസമാണ് അവൻ്റെ കയ്യിലും ഉള്ളത്. എന്തായാലും രണ്ടുപേരുടെയും വാട്സാപ്പ് ചാറ്റ് പൊക്കി രണ്ടുപേരുടെയും ബന്ധം പരിശുദ്ധമായ ബന്ധത്തെ കളങ്കപ്പെടുത്തി വൃത്തികെട്ട രീതിയിലുള്ള ഒരു ബന്ധം പുലർത്തിയിരുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നല്ലോ എന്നോർക്കുമ്പോൾ പേടിയും പുച്ഛവുമാണ് എനിക്ക് തോന്നുന്നത്.
എന്തായാലും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നതിന് വരെ ഗുഡ് ബൈ.